ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇത് നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതുകൂടെയൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, അതുപോലെ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ലൈക്ക് ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈബർ സെക്യൂരിറ്റി കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൂടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ടൈം കളയാതെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഇത്രയും നാളും നമ്മൾ പോർട്ട്സിഗർ എന്ന് പറഞ്ഞിട്ട് ലാബ് സൈഡിലാണ് ഞാൻ വെബ്സൈറ്റും ലൈക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. സോ നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി എത്തി നിൽക്കുന്നത് SSRF വൾണറബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് SSRF വൾണറബിലിറ്റി എന്താണ്, അതുപോലെ അത് നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രാക്ടിക്കലായിട്ടും തിയററ്റിക്കലും നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് SSRF എന്താണെന്ന് നോക്കാം. സോ SSRF എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ ഒരു അറ്റാക്കർ ലൈക്ക് ഒരു റിക്വസ്റ്റ് അൺഇൻറ്റൻറ്റഡ് ലൊക്കേഷനിലോട്ട് നമ്മൾ റിക്വസ്റ്റ് അയച്ചിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനാണ് ഈ ഒരു SSRF വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അതുപോലെ ലൈക്ക് ഈ ഒരു ടിപ്പിക്കലായിട്ടുള്ള SSRF അറ്റാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവറിൽ നിന്ന് ഇൻറ്റേർണലായിട്ടുള്ള സർവീസിലോട്ടൊക്കെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയക്കുകയും അതുപോലെ ഓർഗനൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്തുള്ള സർവറിലോട്ടൊക്കെ റിക്വസ്റ്റ് അയക്കുകയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതാണ് മെയിൻലി SSRF അറ്റാക്ക് കൊണ്ട് ഒരു അറ്റാക്കർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ .com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ .com എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സാമ്പിൾ .com/admin എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഉണ്ട്. ഇത് പക്ഷേ നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മളെ ബ്രൗസറിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളും തന്നിട്ടില്ല. അവർ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേ ബി അവരൊരു സെപ്പറേറ്റ് പോർട്ട് ലൈക്ക് ഇൻറ്റേർണലായിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ നിന്ന് റിക്വസ്റ്റ് അയച്ചാൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോർട്ടിലോട്ടോ വല്ലതൊക്കെ അസൈൻ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഇത് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ടറി, ഈ ഒരു പെർട്ടിക്കുലർ URL നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ .com എന്ന് പറഞ്ഞൊരു ആ ഒരു വെബ്സൈറ്റിൽ വേറൊരു പാരാമീറ്റർ ലൈക്ക് ഒരു URL ഉണ്ടെന്ന് വെച്ചോ, എക്സാമ്പിൾ. അത് നമ്മുടെ വെബ്സൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇമേജസും കാര്യങ്ങളൊക്കെ ലോഡാവും. അതുപോലെ ഇമേജസ് ലോഡാവുന്ന ഒരു ഇമേജ് നമ്മളൊരു പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ പിക്ചർ നോക്കുന്ന ടൈമിൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇമേജ് ഈക്വൽ ടു http image.example.com. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇമേജ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. ലൈക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇമേജ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഒരു വെബ്സൈറ്റിൽ നമ്മുടെ ഇമേജ് ഈ ഒരു രീതിയിലുള്ള ഇമേജ് ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇമേജ് എടുക്കുന്നത്. ഇതെന്താ സംഭവം വെച്ചാൽ എക്സാമ്പിൾ .comൻ്റെ ഒരു സബ് ഡൊമെയിനിലായിരിക്കും നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജിൽ ഈ ഒരു എക്സാമ്പിൾ .comൽ പോയിട്ട് നമ്മൾ ഇമേജ് ലോഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞ പാരാമീറ്റർ വിളിച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ URL പോയിട്ടായിരിക്കും നമ്മുടെ ഇമേജും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തെടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നമുക്കറിയാം ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ വെച്ച് നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഡൊമെയിനിൽ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ/admin ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു അറ്റാക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു URL ഈ ഒരു പാരാമീറ്റർ വച്ചിട്ട് ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു example.com
/admin എന്ന് പറഞ്ഞിട്ട് ഈ ഒരു URLനെ കോൾ ചെയ്യും. ആ ഒരു ടൈമിൽ ഈ ഒരു സർവറിൽ നിന്നാണ് റിക്വസ്റ്റ് വന്നത്. നമ്മൾ ഡയറക്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്നല്ല റിക്വസ്റ്റ് അയക്കുന്നത്. ഈ ഒരു example.com എന്ന് പറഞ്ഞ ഈ ഒരു സർവർ, അവരെ തന്നെ ഒരു സർവറിൽ നിന്നാണ് ഈ ഒരു റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് എൻഡ് സർവർ എന്ത് വിചാരിക്കും, ഇൻറ്റേർണലായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു example.com/admin എന്ന് പറഞ്ഞ ആ ഒരു പേജ് ഒരു അറ്റാക്കറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു SSRF അറ്റാക്കിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് ഒരു എക്സാമ്പിൾ ലാബ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർവർ സൈഡ് ഫോർ SSRF, സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി എന്നാണ് SSRFൻ്റെ ഫുൾ ഫോം. ഇതെന്താണെന്ന് വെച്ചാൽ അൺഇൻറ്റൻറ്റഡ് ലൊക്കേഷനിൽ, ഇപ്പോൾ ഇത് അൺഇൻറ്റൻറ്റഡ് ലൊക്കേഷനാണ് ഈ example.admin.com. ഈ ഒരു അൺഇൻറ്റൻറ്റഡ് ലൊക്കേഷനിലോട്ട് ഒരു റിക്വസ്റ്റ് നമ്മൾ അയച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനാണ് ഈ SSRF അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ മേ ബി സെൻസിറ്റീവ് ഡേറ്റ ലീക്ക് ഉണ്ടാവാം, അത് ലൈക്ക് ക്രിഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ ഇൻറ്റേർണലായിട്ടുള്ള സെർവറിലോട്ട് ആക്സസ് കിട്ടാം. ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് ലൈക്ക് ഈ SSRF തന്നെ ബ്ലൈൻഡ് SSRF ഉണ്ട്, അത് ചേഞ്ച് ചെയ്തിട്ട് റിമോട്ട് കോഡ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ബേസിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സോ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയും അവർ ലൈക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് ഉണ്ട്, ഇതിനെ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് വഴി നമ്മൾ അഡ്മിൻ പേജ് ആക്സസ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സിനാരിയോ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ഷോപ്പിംഗ് സൈറ്റാണ്. ഷോപ്പിംഗ് സൈറ്റിൽ ഇവിടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റോക്ക് API എന്ന് പറഞ്ഞിട്ട് ഒരു API കോൾ പോസ്റ്റ് റിക്വസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നേരത്തെ ഇമേജ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ സ്റ്റോക്ക് API എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു URL ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു അറ്റാക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു URL മാറ്റിയിട്ട് ലോക്കൽ ഹോസ്റ്റ് /admin എന്ന് കൊടുക്കും. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് പോകുന്നത് ഈ ഒരു ഡൊമൈനിൽ നിന്നാണ്, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ തന്നെ ഡൊമൈനിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് സെർവർ ഇത് റിയലായിട്ട് നമ്മുടെ ലൈക്ക് ഇൻറ്റേർണലായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നോ സെർവറിൽ നിന്നോ റിക്വസ്റ്റ് വരണതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു പേജിലോട്ട് നമുക്ക് ആക്സസ് കിട്ടും. സോ ഇതാണ് ഒരു എക്സാമ്പിൾ അവർ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. സോ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും വരുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് മെയിൻലി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ട് ആക്സസ് കൺട്രോൾ ചെക്ക് ചെയ്യാത്തതിൻ്റെ പാർട്ടായിട്ടുണ്ട്. ലൈക്ക് അവർ മേ ബി ഫ്രണ്ട് ആൻഡ് സൈറ്റ് ഇപ്പോൾ example.com എന്ന് ഡയറക്റ്റ് നമ്മൾ /admin എന്ന് ഡയറക്റ്റ് ബ്രൗസറിൽ പോയാൽ കിട്ടാത്ത രീതിയിലായിരിക്കും ഇവിടെ ഈ ആക്സസ് കൺട്രോൾ ചെക്ക് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഒരു അറ്റാക്കർ ഈ ഒരു ലൈക്ക് അവരുടെ സർവറിൽ നിന്ന് തന്നെ ബാക്കിലോട്ടൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ example.com വച്ചിട്ട് അവർ ആ ഒരു സർവറിലോട്ട് തന്നെ തിരിച്ച് ഈ ഒരു example.com/admin എന്ന് പറഞ്ഞിട്ട് ആ ഒരു URL ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിയുന്ന ടൈമിൽ ഈ ഒരു വച്ചിരിക്കുന്ന ആ ഒരു ആക്സസ് കൺട്രോൾ ചെക്കിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനും അത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു URLോട്ട് നമുക്ക് കണക്ഷൻ കിട്ടുകയും ലൈക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാവുകയും ചെയ്യും. സോ ഇവിടെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുത്ത പറയുന്നത് ഡിഫറെൻറ്റ് പോർട്ടലായിരിക്കും അവർ ആ ഒരു ഇൻ്റർഫേസ് ആ ഒരു URL സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ example.com പോർട്ട് 8080 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു പോർട്ടലായിരിക്കും അസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു പോർട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് പറ്റൂല.
നമ്മളെ ഇൻറ്റേർണലായിട്ടുള്ള സെർവറിൽ നിന്നോ ലോക്കൽ സിസ്റ്റത്തിൽ നിന്നോ മാത്രം ആക്സസ് ചെയ്താൽ മാത്രമേ ഈ ഒരു പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ടൈമിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള സെർവറിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർട്ടിലോട്ട് ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു SSR വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ലാബ് നമുക്ക് നോക്കാം. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ചെക്ക് ഫീച്ചറുണ്ട്. ആ ഒരു ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തെടുക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലോക്കൽ ഹോസ്റ്റ് /admin എന്ന് പറഞ്ഞിട്ട് ഈ ഒരു URL പോയിട്ട് നമ്മൾ ആ ഒരു കാർലോസിനെ ഡിലീറ്റ് ആക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ എൻ്റെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങളെല്ലാവർക്കും ബർപ്പ് സ്യൂട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാലി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ആ ഒരു ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാൾ ആണ്. ഇല്ലെങ്കിൽ ഞാൻ പ്രോ വെർഷൻ്റെ ആ ഒരു വീഡിയോ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് എഡിറ്റിംഗ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബർപ്പ് സ്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ആ ഒരു ടൈമിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്രൊഫഷണൽ വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക. സോ എന്നിട്ട് നമ്മളെ ഈ ഒരു ജസ്റ്റ് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇത് എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു റിക്വസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റോക്കിൻ്റെ ആ ഒരു URL പാസ് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ചെക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കാണിക്കുന്ന കണക്ക് തന്നെ ഈ ഒരു സ്റ്റോക്ക് API എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് സെൻഡ് ടു റിപ്പീറ്റർ കൊടുക്കുക, ഫോർവേഡ് കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു APIയിൽ കോൾ ചെയ്തിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എത്ര സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു SSRF എങ്ങനെയാണ് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് /admin എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കണ്ടോ, ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് ഇപ്പോൾ എൻ്റെ ലോക്കൽ ഹോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കിട്ടില്ല. അപ്പം നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു URL ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ ഈ ലോക്കൽ ഹോസ്റ്റ് /admin എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 200 ഓക്കെയാണ്. ഇവിടെ താഴോട്ട് പോകുന്ന ടൈമിൽ ജസ്റ്റ് റെൻഡർ കൊടുത്ത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് അഡ്മിൻ പാനൽ ആക്സസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 യൂസറുണ്ട്. അപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാർലോസ് എന്ന് പറഞ്ഞ യൂസറിനെ ഡിലീറ്റ് ആക്കണം. അപ്പോൾ അതങ്ങനെ ഡിലീറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്ന ടൈമിൽ കാർലോസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് /admin delete കാർലോസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അഡ്മിൻ പാനൽ ഡയറക്റ്റ് ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ അഡ്മിൻ ഇവിടെ നിന്നേ നമുക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. കാര്യം അഡ്മിൻ ലോക്കൽ ഹോസ്റ്റിലാണ് ഈ ഒരു അഡ്മിൻ പാനൽ കിടക്കുന്നത്. അല്ല ഡയറക്റ്റ് നമുക്കിവിടെ വന്നിട്ട് നമ്മൾ /admin അടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, സോ കണ്ടോ, അഡ്മിൻ ഇൻ്റർഫേസ് ഓൺലി അവൈലബിൾ ആഫ്റ്റർ ലോഗിൻ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു അഡ്മിൻ ചേഞ്ച് ചെയ്തിട്ട് ഡിലീറ്റ് കാർലോസ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു ലോക്കൽ ഹോസ്റ്റിൽ വന്നിട്ട് ജസ്റ്റ് നേരത്തെ അയച്ച പോലെ തന്നെ ഈ ഒരു റിക്വസ്റ്റ് അയച്ചു നോക്കുക. അപ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. സോ 302 ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, അൺഓതറൈസ്ഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ പക്ഷേ ഇവിടെ അൺഓതറൈസ്ഡ് ആണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ ആ ഒരു ലാബ് സോൾവ് ആയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു യൂസർ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് നമുക്ക് ബാക്കിൽ പോയിട്ട് ഇവിടെ /adminൽ പോയിട്ട് ആ ഒരു യൂസർ സ്റ്റിൽ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ആ യൂസർ അവിടെ ഇല്ലെങ്കിൽ ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ജസ്റ്റ് സെക്കൻഡ്. സെൻഡ്. ഓക്കെ, ഇവിടെ സെൻഡ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പം ആ കാർലോസ് എന്ന് പറഞ്ഞ ആ ഒരു യൂസർ ഇല്ല, യൂസർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു SSRS വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അഡ്മിൻ പാനലിൽ ആക്സസും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് കാർലോസ് എന്ന് പറയുന്ന ആ ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ലാബ്സ് ആയിട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ റിയലായിട്ട് മീഡിയം ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ വായിച്ച് മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടൂ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ബഗ് ബൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടൈമിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ സെയിം കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേ ബി സം ടൈംസ് നമ്മളിങ്ങനെ ലോക്കൽ ഹോസ്റ്റിലായിരിക്കില്ല. ലോക്കൽ ഹോസ്റ്റ് 127.0.0.1 ഇതിനെയാണ് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഇപ്പോൾ നമുക്ക് HTTP ഇതും HTTP./local ഹോസ്റ്റ് എന്ന് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം റിസൾട്ട് ആയിരിക്കും. കാര്യം ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുന്നതും ഈ ഒരു IP കൊടുക്കുന്നതും സെയിം ആണ്. അത് നിങ്ങൾ നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലോക്കൽ ഹോസ്റ്റിലായിരിക്കും ഈ ഒരു നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് മേ ബി അവർ ഇൻറ്റേർണലായിട്ടുള്ളൊരു IPയിലായിരിക്കും ഇട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ബാക്ക്-എൻഡ് URL ഉണ്ട്. അപ്പോൾ ആ ഒരു URL ഈ 192.168.0.68/admin ആണ്. ഈ ഒരു URL ആയിരിക്കും ഈ ഒരു അഡ്മിൻ പാനലിൽ അവർ ഇട്ട് വച്ചിരിക്കുന്നത്, ലൈക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നെറ്റ്വർക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ IP അഡ്രസ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 192.168.0.1 ആയിരിക്കും അവിടെ ഫസ്റ്റ് ഡിവൈസിൻ്റെ IP അഡ്രസ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെർവറിൻ്റെ IP അഡ്രസ്സ്. ലൈക്ക് ഇനി അടുത്ത സെർവർ ഉണ്ടെങ്കിൽ 192.168.0.21 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഈ 192.168.0.68 എന്ന് പറയുന്ന ആ ഒരു സെർവറിലായിരിക്കും ഈ ഒരു അഡ്മിൻ പാനൽ ഹോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു IPയിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നോർമൽ ഒരു യൂസറിന് ഈ ഒരു IP ഇത് ഏത് സെർവറിലാണ് അവർ ആക്സസ് ചെയ്തിട്ടേക്കുന്നതെന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ലാബാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് ജസ്റ്റ് നമ്മൾ ആക്സസ് ലാബ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അവരുടെ ഇൻറ്റേർണൽ IP ഇതാണെന്ന് മനസ്സിലായി. സ്റ്റാർട്ടിങ് 192.168.0.x എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് നമ്പർ. ഈ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്ന് അറിയില്ല. ലൈക്ക് ഈ ഒരു അഡ്മിൻ പാനലിൽ ഇട്ടേക്കുന്ന ലാസ്റ്റ് ഈ ഹോസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഏത് സെർവറാണോ അതിൻ്റെ IP അഡ്രസ്സ് എത്രയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് X എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ഒരു ആക്സസ് ചെയ്യാം, എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ലാബ് സോൾവ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ ചെക്ക് സ്റ്റോക്ക് കൊടുക്കുക, ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക, വർക്ക് ഷീറ്റ് പോവുക, ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, പ്രോക്സി ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക, അതിനുശേഷം ചെക്ക് സ്റ്റോക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു IP അഡ്രസ്സ് ലൈക്ക് നേരത്തെ പോലെ ഒരു URL കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്റിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ജസ്റ്റ് HTTP ലോക്കൽ ഹോസ്റ്റ് /admin കൊടുത്ത് നോക്കാം.
ഓക്കെ, സോ ഇവിടെ 500 ഇൻറ്റേർണൽ സെർവർ എറർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലല്ല, കുഡ് നോട്ട് കണക്ട് എക്സ്റ്റേണൽ ഒരു എറർ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിങ്ങനെയല്ല. അപ്പോൾ നമുക്ക് അവർ തന്നിട്ടുണ്ട് ഇതിൻ്റെ IP സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ IPസും കാര്യങ്ങളും ഉള്ളതെന്ന് ഇപ്പോൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കൊടുക്കുക. അതൊന്ന് കൊടുത്തതിന് ശേഷം .1 എന്ന് കൊടുക്കുക. അതിനുശേഷം /admin ഈ ഒരു URL ആയിരിക്കുമല്ലോ എന്തായാലും കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റ് എത്രയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ സെൻഡ് ടു ഇൻട്രൂഡർ കൊടുക്കുക. ഇൻട്രൂഡർ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ 1 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾ പേലോഡിൽ പോവുക. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നോക്കണം ഓരോ നമ്പറായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമ്പേഴ്സ് ആക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഏത് നമ്പർ മുതൽ 1 മുതലാണ് 255 വരെയാണ്. അപ്പോൾ നമ്മുടെ ലൈക്ക് നെറ്റ്വർക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലാസ്റ്റ് നമ്മുടെ 1 മുതൽ 255 വരെയാണ് നമ്മുടെ IPയിലെ ആ ഒരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്സ് 1 കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ റെസ്പോൺസ് കോഡ് നമുക്ക് നോക്കാം. ഇതെല്ലാം 500 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 200 അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുള്ള ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോർട്ട് നമ്പറിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന്. ഇൻ്റർഫേസിൽ അഡ്മിൻ എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ടിലാണ് അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ ഈ ഒരു URL വരുന്നത്. നമ്മൾ ഈ ഒരു പോർട്ട് നമ്പറും കൂടെ ഇവിടെ കൊടുക്കണം. ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. മിസ്സിങ് പാരാമീറ്റർ. ഓക്കെ, സോ എനിവേ നമ്മൾ ആ ഒരു എറർ മെസ്സേജ് മാറിയിട്ടുണ്ട്. 400 ആണ്. നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു ഇൻട്രൂഡറിലും കൂടെ അത് ഒന്ന് കൊടുത്ത് നോക്കാം, എന്താ വരുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെയും ജസ്റ്റ് വന്നിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു പോർട്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ നേരത്തെ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുക. സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോന്നും ഓരോ എററാണല്ലോ വരുന്നത്. ഇപ്പോൾ 200 എന്തെങ്കിലും വ്യത്യാസമുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം 118 വരുമ്പോൾ അതിൻ്റെ 200 ഓക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സോ അതിനർത്ഥം ഈ ഒരു പോർട്ടിലായിരിക്കും, ഈ ഒരു IP അഡ്രസ്സിലായിരിക്കും, ഇൻറ്റേർണൽ IPയിലായിരിക്കും ഈ ഒരു അഡ്മിൻ പാനൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് നമുക്ക് റിപ്പീറ്റർ പോയതിനു ശേഷം ഈ ഒരു URL ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു IP കൊടുത്ത് നോക്കാം. സോ സെൻഡ് കൊടുക്കുക. 200 ഓക്കെയാണ്. അഡ്മിൻ പാനൽ ആക്സസ് കിട്ടിയിട്ടുണ്ട്. റെൻഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അഡ്മിൻ പാനൽ ആക്സസ് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കാർലോസ് എന്ന് പറഞ്ഞ യൂസറിനെ ഡിലീറ്റ് ആക്കുക. സിമ്പിളാണ്. ജസ്റ്റ് കാർലോസിൻ്റെ ആ ഒരു URL കോപ്പി ചെയ്യുക, ഡിലീറ്റ് ആക്കാനുള്ള. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക, സെൻഡ് കൊടുക്കുക. നമ്മുടെ ലാബ് സോൾവായി. സോ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു SSRF വൾനറബിലിറ്റി ഈ ഒരു ലാബ് സോൾവ് ചെയ്യാൻ പറ്റി. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് SSRFനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ മെയിൻലി ഇപ്പോൾ ഞാൻ പറഞ്ഞ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം SSRF എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ SSRFനെ പറ്റി ഇഷ്ടം പോലെ ഓക്കെ ഒരുപാട് ബ്ലോഗ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൂടെയൊക്കെ നോക്കുക. അപ്പോൾ ഒരാളെ വീഡിയോ മാത്രം കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹാക്കിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരും, സ്വന്തമായിട്ട് എഫോർട്ട് ഇട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ പറ്റൂ. സോ ഞാൻ
എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വൾണറബിലിറ്റിയും അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ വൾണറബിലിറ്റിയെ പറ്റിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.